ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി വിചാരണ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ചേർത്തല കടക്കരപ്പള്ളി നിവർത്തിൽ വീട്ടിൽ 41 വയസ്സുള്ള രതീഷാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഭാര്യ സഹോദരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വിചാരണ ദിവസം ജീവനൊടുക്കി. ചേർത്തല കടക്കരപ്പള്ളി നികർത്തിൽ രതീഷാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഭാര്യ സഹോദരി 25 വയസ്സുള്ള ഹരികൃഷ്ണയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വീട്ടിൽ തന്നെയാണ് രതീഷും തൂങ്ങി മരിച്ചത്. കേസിന്റെ വിചാരണ ഡിസംബർ 3 നിശ്ചയിച്ചിരുന്നെങ്കിലും ഇയാൾ ഹാജരായിരുന്നില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ പോലീസ് എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത്. 2021 ജൂലൈ 23 കേസിന് ആസ്പദമായ സംഭവം. രതീഷിന്റെ ഭാര്യ സഹോദരി 25 വയസ്സുള്ള ഹരികൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്ന ഹരികൃഷ്ണയെ തങ്കിക്കവലയിൽ നിന്നും പലപ്പോഴും രതീഷായിരുന്നു സ്കൂട്ടറിൽ വീട്ടിലെത്തിച്ചിരുന്നത്. രതീഷിന്റെ വീട്ടിൽ നിന്നും 1 കിലോമീറ്ററോളം മാത്രം അകലെയാണ് ഹരികൃഷ്ണയുടെ വീട്. രതീഷിന്റെ ഭാര്യ നീതു എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു. നീതുവിന് നൈറ്റ് ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു കൊലപാതകം നടന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് തങ്കിക്കവലയിലെത്തിയ ഹരികൃഷ്ണയെ രതീഷ് സ്ഥിരമായി കൊണ്ടുപോകുന്നതും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും അവിടെ വെച്ച് വാക്കേറ്റമുണ്ടായതോടെ ബലാത്സംഗം ചെയ്ത കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. മരിച്ചെന്ന് മനസ്സിലായതോടെ വീടിന് പുറത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയെങ്കിലും ശക്തമായ മഴ വന്നതോടെ തിരിച്ച് മുറിയുടെ അകത്തേക്ക് കൊണ്ടുവന്ന് കിടത്തിയ ശേഷം വീട് പൂട്ടി ഒളിവിൽ പോകുകയായിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പിടിയിലായത്. ഡിസംബർ 3 കേസിന്റെ വിചാരണ വച്ചിരുന്നു. എന്നാൽ രതീഷ് ഹാജരായില്ല. തുടർന്ന് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു. വെള്ളിയാഴ്ച ഹാജരാക്കാനായിരുന്നു ഉത്തരവ്. ഇതിനുവേണ്ടി പോലീസ് എത്തിയപ്പോഴാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പട്ടണക്കാട് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു.